പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വമാ ഇൻദല്ലാഹി ബാഖ്, നാളെ അല്ലാഹുവിന്റെ അടുക്കലേക്ക് വേണ്ടി നീക്കിവെച്ചത് മുഴുവനും ബാക്കിയാണ്, അതവിടെ ഉണ്ടാകുന്നതാണ്. ഇവിടെ പള്ളി പണിതവന് സ്വർഗത്തിൽ വീടുണ്ട്, ഇവിടെ സഹായിച്ചവന് അവിടെ സഹായമുണ്ട്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് വേണ്ടി പ്രത്യേകം ശുപാർശ ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ. ഇനി എത്രയെത്ര സംഭാവന ചെയ്താലും സക്കാത്ത് കൊടുക്കാതെ സംഭാവന ചെയ്താൽ ആ സംഭാവന കൊണ്ട് സക്കാത്ത് വിടൂല. നമ്മുടെ നാട്ടിൽ ചില സമ്പന്നന്മാരുണ്ട്, അവരൊരുപാട് സഹായിക്കുന്നവരാണ്. പക്ഷേ സമ്പത്തിന്റെ കണക്ക് നോക്കിയിട്ട് സക്കാത്ത് കൊടുക്കാൻ അവർ അറിയുന്നില്ല, അല്ലെങ്കിൽ അവര് ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധയിൽ അത് വരുന്നില്ല. കച്ചവടത്തിന് സക്കാത്തുണ്ട്, സമ്പത്തിന് സക്കാത്തുണ്ട്, നിക്ഷേപമായി വെച്ച സ്വർണത്തിന് സക്കാത്തുണ്ട്, നിക്ഷേപമായി വെച്ച വെള്ളിക്ക് സക്കാത്തുണ്ട്. ആ സക്കാത്ത് കൊടുക്കാതെ ഒരാൾ എത്ര സംഭാവന കൊടുത്താലും സക്കാത്ത് വീടൂല. ഉദാഹരണമായി പറഞ്ഞാൽ 85 ഗ്രാം സ്വർണത്തിന്റെ തുല്യമായ സ്വത്ത് ഒരാളുടെ ഉടമസ്ഥതയിൽ ഒരു കൊല്ലം തികഞ്ഞാൽ അയാൾ അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കണം. ആ സക്കാത്ത് കൊടുക്കാതെ വീണ്ടും അയാൾ ക്രയവിക്രയം നടത്തിയാൽ ഈ 2.5% അയാളുടെ വിഹിതമല്ല, അത് അയാളുടേതല്ലാത്ത വിഹിതം അയാളുടെ സ്വത്തിൽ കിടക്കുന്നതാണ്. ആ സ്വത്തിന് ഇയാൾ അധികാരിയല്ല, അവകാശിയല്ല. ഇത് അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ച നിയമമാണ്, എന്റെ വകയുള്ള നിയമമല്ല. അപ്പ ഹറാമായ സ്വത്തായി പോകും. 85 ഗ്രാം സ്വർണത്തിന് 1 ലക്ഷം രൂപയാണെന്ന് സങ്കല്പിക്കാം. അതെന്റെ ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുകയാണ്, അല്ലെങ്കിൽ എന്റെ ഉടമസ്ഥതയിൽ ബാഗിൽ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ എന്റെ സൂക്ഷിപ്പുകാരനായി അക്കൗണ്ടിന്റെ എന്റെ കയ്യിലാണ്. ഒരു കൊല്ലം തികഞ്ഞാൽ അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കണം. ആ 2.5% പിന്നെ എന്റെ സ്വത്തല്ല, അത് ഫുഖറാഇന്റെ സ്വത്താണ്, അത് മിസ്കീന്മാരുടെ സ്വത്താണ്, അത് പാവപ്പെട്ടവരുടെ സ്വത്താണ്, ഖുർആൻ പറഞ്ഞ അവകാശികൾക്കുള്ള സ്വത്താണ്. അത് കൊടുത്തില്ലെങ്കിൽ ഞാൻ കുറ്റവാളിയാണ്, നാളെ റബ്ബിന്റെ കോടതിയിൽ ശിക്ഷ അനുഭവിക്കേണ്ട കുറ്റവാളിയാണ്. അതിനെന്ത് വേണം? കച്ചവടക്കാർ 1 വർഷമാകുമ്പോൾ അതിന്റെ സ്റ്റോക്ക് എടുക്കാറുണ്ട്. മിക്കവാറും അത് മാർച്ച് മാസത്തിലാണ് എടുക്കുന്നത്. നിങ്ങളുടെ വർഷം തികയുന്നത് കച്ചവടം തുടങ്ങിയത് ഏത് അറബി മാസമാണോ അതേ അറബി മാസം അടുത്ത കൊല്ലമാകുമ്പോഴാണ് കച്ചവടത്തിന്റെ സക്കാത്ത് കണക്ക് കൂട്ടേണ്ടത്. മുഹറം 1 കച്ചവടം തുടങ്ങിയ മുതലാളി അടുത്ത മുഹറം 1 ആകുമ്പോ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. എന്നാൽ അവിടെ ഷോറൂമിൽ നിന്ന് ആളുകൾ ഡിസ്പ്ലേക്ക് കൊണ്ടുവച്ച സ്വത്തുകൾ അത് ഇയാളുടെ സ്വത്തല്ല, അത് കേവലം ഡിസ്പ്ലേക്കാണ്, വിറ്റില്ലെങ്കിൽ അത് റിട്ടേൺ ആണ്. എന്നാൽ അതിന്റെ വില നീ കൂട്ടേണ്ടതില്ല. വിശദമായി കച്ചവടത്തിന്റെ സക്കാത്ത് അറിയേണ്ടതുണ്ട്. അങ്ങനെയുള്ള കച്ചവടക്കാര് ആലിമീങ്ങളെ സമീപിച്ച് പഠിക്കണം, എന്നിട്ട് സക്കാത്ത് കൊടുക്കണം. ആ സക്കാത്ത് ആർക്ക് കൊടുക്കണം? അത് ഫുഖറാഇന് കൊടുക്കണം, അത് മിസ്കീന്മാർക്ക് കൊടുക്കണം, അത് കടം കൊണ്ട് വലഞ്ഞവർക്ക് കൊടുക്കണം. ഇസ്ലാം പറഞ്ഞ വിഭാഗമുണ്ട്, ആ വിഭാഗങ്ങളിൽ നിന്ന് ലഭ്യമായവർക്ക് നൽകണേ. നിങ്ങൾ കരുതി വെച്ചിട്ടുള്ള സ്വർണമുണ്ടെങ്കിൽ ആഭരണമായി ഉപയോഗിക്കുന്ന സ്വർണമല്ല, നിങ്ങൾ കരുതി വെച്ചിട്ടുള്ള നിക്ഷേപമായ സ്വർണമുണ്ടെങ്കിൽ ആ സ്വർണത്തിനും നിങ്ങൾ സക്കാത്ത് കൊടുക്കണം. അതുപോലെ നിങ്ങളുടെ കടകൾക്ക് നിങ്ങൾ അഡ്വാൻസ് കൊടുക്കാറുണ്ട്. 10 ലക്ഷം അഡ്വാൻസ് കൊടുത്തിട്ടാണ് ആറ്റിങ്ങലിലെ 4 ഷട്ടർ റൂം നിങ്ങൾ എടുത്തതെങ്കിൽ അത് തൽക്കാലം കടയുടെ മുതലാളിയുടെ കയ്യിലാണ്, പക്ഷേ അത് നിങ്ങളുടെ സ്വത്താണ്. ആ സ്വത്തിന് സക്കാത്ത് കൊടുക്കേണ്ടത് നിങ്ങളാണ്. പക്ഷേ ശരീഅത്തിൽ അതിനൊരു ചെറിയ വിട്ടുവീഴ്ചയുണ്ട്. അതിന്റെ സക്കാത്ത് നിങ്ങൾ കണക്ക് കൂട്ടിയിട്ട് തിരിച്ച് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ കൊടുത്താലും മതി. വർഷം തികയുമ്പോൾ കൊടുത്താൽ അതാണ് ഉത്തമം. ഇത് ഇസ്ലാമിന്റെ നിയമമാണ്.
അതുപോലെ അനന്തര സ്വത്തിൽ നമുക്ക് വല്ല ശ്രദ്ധയുമുണ്ടോ സഹോദരങ്ങളെ? വാപ്പ മരിച്ചുപോയി, വാപ്പാന്റെ സ്വത്തുണ്ട്. മോള് പറയും ഞാനാണ് വാപ്പാനെ നോക്കിയത്, അതുകൊണ്ട് ആ സ്വത്ത് മുഴുവനും എനിക്ക് വേണം. മോൻ പറയും അല്ല എനിക്കാണ്. അപ്പോഴാണ് ഇളയ മോൻ വരുന്നു, എന്റെ വീട്ടിലാണ് സുഖമില്ലാഞ്ഞപ്പോ കിടന്നത്, വാപ്പ എഴുതിയ വിൽപത്രമാണ്, മരണാനന്തരം വാപ്പന്റെ സ്വത്ത് മുഴുവനും എനിക്കാണെന്ന് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ അടിപിടി കൂടേണ്ടതില്ല. ഇസ്ലാമിന്റെ ഖുർആൻ ഒരു നിയമം പറഞ്ഞിട്ടുണ്ട്. ഒരാൾ മരിച്ചാൽ അയാളുടെ സ്വത്ത് എങ്ങനെയാണ് വിഹിതം വെക്കേണ്ടത് എന്ന് ശരീഅത്തുൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്, ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ നിലക്ക് സ്വത്ത് വിഹിതം വെക്കണം. അതല്ലാത്ത വിഹിതം വെച്ച് നീ അപഹരിച്ചാൽ ആ സ്വത്ത് നിന്റെ സ്വത്തല്ല. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ഒരാള് മരിച്ചു, അയാൾക്ക് അവകാശികളായി 2 പെൺമക്കളും 1 മകനും മാത്രമേ ഉള്ളൂ. 1 കോടിയുടെ സ്വത്തുണ്ട്. എന്നാൽ ഈ സ്വത്തിൽ എത്രയാണ് മകന് വേണ്ടത്, എത്രയാണ് മകൾക്ക് വേണ്ടത്, എത്രയാണ് ഇളയ മകൾക്ക് വേണ്ടത്? ഇളയ മകള് പറയും മൊത്തം എനിക്ക് തന്നെ വേണം. വാപ്പ വിൽപത്രം എഴുതി വെച്ചിട്ടുണ്ട്. ആ വിൽപത്രം സ്വീകാര്യമല്ല. കാരണം ഒരാളുടെ 3/1 സ്വത്തിൽ വസിയ്യത്ത് എഴുതിയാൽ ആ വസിയ്യത്ത് നാഫിദാവുകയില്ല. മരണാനന്തരം അവകാശികൾ പൊരുത്തപ്പെടാതെ ആ വസിയ്യത്ത് സ്വീകാര്യമല്ല. എന്റെ വാപ്പന്റെ സ്വത്ത് 1 കോടിയുടെ സ്വത്തുണ്ടെന്ന് വെച്ചോ, ഞാൻ ഇളയ മകനാണ്, ഞാൻ നോക്കി, എന്റെ വാപ്പ എഴുതി വെച്ച് മോനെ മരിച്ചാൽ എല്ലാ സ്വത്തും നിനക്കാണ്. ഇതും കൊണ്ട് ഞാൻ ബാക്കിയുള്ള സഹോദരങ്ങളുടെ അടുത്ത് ചെന്നാൽ ശരീഅത്ത് പ്രകാരം അത് ന്യായമല്ല. എല്ലാ സഹോദരങ്ങളും അംഗീകരിച്ചു, എന്നാ മോനെ നീ എടുത്തോ, എന്നാ കുഴപ്പമില്ല. അല്ലെങ്കിലോ 3/1 സ്വത്ത് മാത്രമേ അങ്ങനെ വസിയ്യത്ത് ചെയ്യാൻ അവകാശമുള്ളൂ, ബാക്കി പൊതുവായ സ്വത്താണ്. ഈ സ്വത്ത് വിഹിതം വെക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ നോക്കണം. വാപ്പക്ക് കടണ്ടോ വീടണം, സക്കാത്ത് കൊടുക്കാനുണ്ടോ വീടണം, ഹജ്ജ് ചെയ്യാനുണ്ടോ വീടണം, എന്നിട്ട് ബാക്കിയെ നിങ്ങൾ വിഹിതം വെക്കാൻ പാടുള്ളൂ. ഇതൊക്കെ ആരാ നോക്കണം? ഇതൊക്കെ ഇന്ന് പറയാനും പഠിക്കാനുമുള്ള അവസരങ്ങൾ എവിടെ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിന്റെ നിയമം, ഫറായിദ് അനന്തരാവകാശ സ്വത്തിന്റെ നിയമം ഖുർആൻ നേരെ പറഞ്ഞതാ. ഒരു ഗവേഷകനും കണ്ടുപിടിച്ചൊന്നുമല്ല. വലിയ ഉമ്മക്ക് 6/1. നിങ്ങൾ ഓതുന്ന ആയത്തുകളില്ലേ, അങ്ങനെ ഓരോ നിയമങ്ങളും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരാൾ മരിച്ചു, അയാൾക്കാകെയുള്ളത് 1 മകനും 2 പെൺമക്കളുമാണ്. എന്നാൽ എങ്ങനെയാണ് സ്വത്ത് വിഹിതം വെക്കേണ്ടത്? മോൾ അടി ഉണ്ടാക്കണ്ട, ഇളയ മോൾ പ്രശ്നം ഉണ്ടാക്കണ്ട. 1 കോടിയുടെ സ്വത്തുണ്ടെങ്കിൽ 50 ലക്ഷത്തിന്റെ സ്വത്ത് ഈ ആൺകുട്ടിക്കാണ്. ബാക്കിയുള്ള 50 ലക്ഷത്തിന്റെ സ്വത്ത് 25 വീതം 2 പെൺമക്കൾക്കുമാണ്. ആര് പറഞ്ഞു? ഖുർആനിന്റെ നിയമമാണ്, ഖുർആനിന്റെ നിയമമാണ്. അതുപോലെ ഓരോരുത്തരും മരിച്ചാൽ, ആണ് മരിച്ചാൽ ഭാര്യ ഉണ്ടെങ്കിൽ ആ ഭാര്യക്ക് എത്രയാണ്, ഉമ്മയുണ്ടെങ്കിൽ ആ ഉമ്മയ്ക്ക് എത്രയാണ്. ഇനി മകനില്ല, മകന്റെ മകനാണെങ്കിൽ അവകാശം എങ്ങനെയാണ്? വാപ്പയില്ല, വാപ്പന്റെ വാപ്പയുണ്ടെങ്കിൽ അവകാശം എങ്ങനെയാണ്? ഇതെല്ലാം അല്ലാഹുവിന്റെ ശരീഅത്തുൽ ഇസ്ലാമിൽ നിയമമുണ്ട്. കുട്ടികൾ കിതാബ് ഓതി പഠിക്കുന്നത് ഈ നിയമമാണ്, ഫറായിദിന്റെ നിയമമാണ്. അതുകൊണ്ട് രക്ഷിതാക്കളെ, അങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കാതെ, അല്ലാഹ് നിഅമത്ത് കോടിക്കണക്കിന് കൊടുത്ത ആളുകളുണ്ട്, പക്ഷേ ചെലവഴിക്കാൻ മനസ്സില്ലാത്ത ദൗർഭാഗ്യവാന്മാർ. എന്തിനാണോ നീ അവിടത്തെ ഇവിടുത്തെ തോട്ടവും കൊട്ടാരവും ഒക്കെ കെട്ടിപ്പിടിച്ച് നടക്കണേ? മരിച്ചു കഴിഞ്ഞാൽ നിന്റെ കൂടെ ഇതൊന്നും വരാനില്ല. മക്കൾക്ക് മാന്യമായി ജീവിക്കാനുള്ളത് കൊടുത്തിട്ട് നാളത്തേക്ക് നിക്ഷേപിച്ചോ, അത് വലിയ ഭാഗ്യമാണ്.